അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ. നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും. എന്നാൽ പലരുടെയും ഒരു തോന്നൽ, ഏറ്റവും മഹത്വമേറിയ സമയം അത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ പോരിശ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയത് വെള്ളിയാഴ്ച രാവിനാണ്, ഇന്നത്തെ രാവിനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. പ്രത്യേകിച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, എന്തെല്ലാം മുറാദുകൾ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാനുണ്ടോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ, അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ്, നല്ലൊരു രാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ആപത്ത് മുസീബത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും, മാത്രമല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, ഇന്ന് 100-95% ആളുകളും നമുക്കറിയാം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ, സ്വന്തമായിട്ട് ജോലിയില്ലാതെ, ഉള്ള ജോലിയിൽ ശമ്പളമില്ലാതെ, കുടുംബത്തിലെ ചിലവ് പോലും നോക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. അവരൊക്കെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസം, ടെൻഷൻ, അതൊന്നും താങ്ങാൻ കഴിയാത്തതിലും അപ്പുറമായിരിക്കും. എന്നാൽ അതിനേക്കാൾ ഒരു മനുഷ്യൻ ദുനിയാവിൽ ഏറ്റവും അധികം വേദനിക്കുന്നതും പ്രയാസപ്പെടുന്നതും, ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെടുന്നതും രോഗം വരുമ്പോഴാണ്. എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, പല പല വ്യത്യസ്തമായ, നാം പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല പേരുകളുമുള്ള രോഗങ്ങൾ പിടിപെട്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർ. അല്ലാഹു സുബ്ഹാനഹു തആല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ രോഗങ്ങളും എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല എത്രയോ സഹോദര സഹോദരിമാരുണ്ട് ജീവിതത്തിൽ വിവാഹം ശരിയാകാതെ വലിയ ടെൻഷനോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് വളരെ പ്രയാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെയും അനുയോജ്യമായ ഇണയെ എളുപ്പത്തിൽ അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയായില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇന്ന് ധാരാളം ആളുകളുണ്ട് അത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ. വ്യത്യസ്തമായ ചികിത്സകൾ തേടി ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാകും, വ്യത്യസ്തമായ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകും, പല പല മാർഗങ്ങളും തേടിപ്പോയിട്ടുണ്ടാകും. എന്നിട്ടും അവർക്ക് സന്താനങ്ങൾ ജനിക്കാതെ, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ പണം അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ടാകും, ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൊണ്ട് മരുന്നുകൾ വാങ്ങി കഴിച്ചിട്ടുണ്ടാകും. എന്നിട്ടും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ കണ്ണീരോടുകൂടി, വേദനയോടുകൂടി, സഹിക്കാൻ പറ്റാത്ത മനസ്സ് പൊട്ടിക്കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ഹൈറായ മക്കളെ നൽകുമാറാകട്ടെ. എന്നാൽ മക്കളില്ലാത്ത സഹോദര സഹോദരിമാർ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ എത്രത്തോളം വലിയ വിഷമം അനുഭവിക്കുന്നുണ്ടോ, എത്രത്തോളം വലിയ ടെൻഷനോട് കൂടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്, അതിനേക്കാൾ എത്രയോ വലിയ ടെൻഷനോടുകൂടിയും ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടും ആളുകളുടെ മുഖത്ത് നോക്കാൻ പോലും മടിയായിക്കൊണ്ട് ജീവിതത്തിൽ അവരുടെ മക്കൾ കാരണം പ്രയാസപ്പെടുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്നുള്ളോർത്ത വിഷമം. എന്നാൽ മക്കളുള്ളവർക്ക് അവരുടെ മക്കൾ കാരണം അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് വ്യത്യസ്തമായ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പല ആളുകളും പ്രയാസപ്പെടുന്നവരാണ്, എന്നും ടെൻഷനോടുകൂടി ജീവിക്കുന്നവരാണ്.
മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്ത് നമുക്കറിയാം വളരെ വിരളമാണ്. കുറച്ചും പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സൂറത്ത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട മഹത്വമേറിയ സൂറത്ത്. ഈ സൂറത്ത് നിങ്ങൾ ഇന്ന് മഗ്രിബിൻ്റെ ശേഷം, വെള്ളിയാഴ്ച രാവിലെ മഗ്രിബിൻ്റെ ശേഷം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പായിട്ടോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അസറിൻ്റെ ശേഷമോ ഈ സൂറത്ത് നിങ്ങൾ വെറും 3 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആ സ്വീകരിക്കുകയും അതിനുള്ള പരിഹാര മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു രാവാണ്. നമ്മൾ പല ആളുകളെയും ബഹുമാനിക്കും, ആദരിക്കും, അഹ്ലുൽ ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കും. എന്നാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിനെ നമ്മൾ ബഹുമാനിക്കണം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ പ്രയാസത്തിലാണ്. കാരണം ഞാൻ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണ്. മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചവരാണ്. എന്നാൽ മുത്തുനബിയെ, അതൊക്കെയും ഞാൻ മറന്നു പോവുകയാണ്, പഠിച്ചതെല്ലാം മറന്നു പോവുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വെള്ളിയാഴ്ച രാവ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താറ് എന്ന്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. വെള്ളിയാഴ്ച രാവ് നേരം പുലരുന്നത് വരെ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അതുകൊണ്ട് അലിയെ, നീ നിൻ്റെ പ്രയാസങ്ങൾ, നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെ ഉദ്ദേശങ്ങൾ എല്ലാം നീ പാതിരാ സമയത്ത് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ തെളിവോടുകൂടിയാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഈ കാര്യം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമൊക്കെയും എല്ലാ കാര്യങ്ങളും എപ്പോഴും മറന്നു പോകുന്നവരാണ്. ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഓർമ്മയില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെയാണെങ്കിൽ അവർ പഠിച്ചത് എക്സാമിന് പോകുമ്പോൾ അവർ മറന്നു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കാൻ, ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ, ദാരിദ്ര്യം മാറിക്കിട്ടാൻ, അങ്ങനെ തുടങ്ങിയ എണ്ണിയാതീരാത്ത നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയാൻ പറ്റിയ നല്ല ഒരു സമയമാണ്, രാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവായ ഇന്നത്തെ ഈ രാവ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്, ഒരുപാട് ടെൻഷൻ ഉള്ളവരാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ 80 വർഷത്തെ പ്രയാസങ്ങൾ, ടെൻഷനുകൾ, വിഷമം അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിക്കൊടുത്തത് ഇതുപോലെയുള്ള ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ടെൻഷൻ എന്തായിരുന്നു, വിഷമം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? യാക്കൂബ് നബി അലൈഹി സ്വലാമിന് 10 മക്കളായിരുന്നു.
മക്കളായിരുന്നു. ആ മക്കൾ കാരണമായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാമിന് എന്നും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നത്. എന്നും കണ്ണീരിലായിരുന്നു. മനസ്സ് വേദനയോടുകൂടി ഒരു സമാധാനവുമില്ലാതെ, ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ, മക്കൾ കാരണം ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിക്ക് 80 വർഷത്തെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒറ്റ രാവ് കൊണ്ടാണ് മാറ്റിക്കൊടുത്തത്. ആ 10 മക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ മക്കളാക്കി. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വെള്ളിയാഴ്ച രാവിലെ ഒറ്റ ദുആ കാരണമാണ് അത്. ഈ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച രാവ് ഒരിക്കലും പാഴാക്കരുത്, ആ രാവിനെ നിങ്ങൾ ബഹുമാനിക്കണം, ആ രാവിൽ നിങ്ങൾ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. കാരണം വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. മാത്രമല്ല, ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ ഒരു രാവുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഇന്നത്തെ ഈ രാവിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിങ്ങൾ വെറും 3 വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ സൂറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. ഇരുട്ടേറിയ നമ്മുടെ ഈ ജീവിതം വെളിച്ചമാക്കി തരുന്ന സൂറത്താണ് ഇത്. ഈ സൂറത്ത് ദിവസവും ഓതുന്ന ആളുകളുടെ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കും. മാത്രമല്ല, അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. അവർ തൊടുന്നതിലെല്ലാം വിജയം നൽകും. അവർ എന്ത് ഉദ്ദേശം വെച്ച് എന്തു തുടങ്ങിയോ അതിൽ വിജയം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയുള്ളൂ. ആർക്കും തന്നെ അവരെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ എന്തെങ്കിലും കുടുക്കിൽപ്പെടുത്താനോ ആക്രമിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. സിഹ്റിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാക്കേറിൽ നിന്നും, ശൈത്താനിയത്തിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, വഞ്ചകരിൽ നിന്നും, ചതിയന്മാരിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാത്തിരക്ഷിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റിവെച്ചില്ലെങ്കിൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം ഈ സൂറത്ത് നിങ്ങൾ 3 വട്ടം ഓതിയാൽ ദുനിയാവിൽ നിങ്ങൾ വിജയിച്ചവരാകും. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിക്കില്ല. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല വിജയവും ബറക്കത്തും സന്തോഷവും ആനന്ദവും നൽകും. മാത്രമല്ല, ഈ സൂറത്ത് 3 വട്ടം ഓതുന്നവർ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ, കടങ്ങൾ ഉള്ളവരാണെങ്കിൽ, ദാരിദ്ര്യത്തിൽപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭാവിയിൽ പിന്നീട് കടങ്ങൾ ഉണ്ടാകില്ല, ദാരിദ്ര്യം ഉണ്ടാകില്ല. പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു കുറവും തന്നെ അവരുടെ മരണം വരെ ഉണ്ടാകില്ല. അവരുടെ എല്ലാ ആവശ്യത്തിനുമുള്ള സാമ്പത്തിക ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. മാത്രമല്ല, അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആരുടെയും മുന്നിൽ തലകുനിക്കാതെ, കൈനീട്ടാതെ, കടം വാങ്ങാതെ, അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ജീവിക്കാം. മാത്രമല്ല, ഈ സൂറത്ത് ആരെങ്കിലും എല്ലാ ദിവസവും 3 വട്ടം അവരുടെ വീട്ടിൽ ഓതുകയാണെങ്കിൽ ആ വീട്ടിലുള്ള അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എടുത്തു കളയും. അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരു പ്രയാസവും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകില്ല, ഒരു ആൾ മാത്രം ഓതിയാൽ തന്നെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് 3 വട്ടം ഓതുന്നവരുടെ വീട്ടിൽ മാരകമായ രോഗങ്ങൾ ആർക്കും തന്നെ പിടില്ല. ഇനി മാരകമായ രോഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ ശിഫ നൽകും. അതുപോലെ തന്നെ ഈ സൂറത്ത് 3 വട്ടം ഓതിയാൽ ശൈത്താനിയത്തിൽ നിന്നും, അതുപോലെ മനുഷ്യരിൽ നിന്നും, മാത്രമല്ല ജിന്നുകളിൽ നിന്നുമുള്ള സിഹ്ർ, കണ്ണീർ, മറ്റുള്ള എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യും.
ഇനി പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, അതായത് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് ഹലാലായതാണെങ്കിൽ, അത് നമുക്ക് ഹൈറാണെങ്കിൽ, ഈ സൂറത്ത് വെറും 3 വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഒരിക്കലും ഇത് 3 വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ഇന്ന് 3 വട്ടം ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഭയക്കുന്ന ഒരു ജീവിതമാണ് ഖബർ ജീവിതം. ദുനിയാവിൽ നമുക്ക് എല്ലാവരും കൂട്ടുണ്ട്, സഹായത്തിനുണ്ട്. നമ്മുടെ കൂടെ അന്തിയുറങ്ങാനൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ പറയാനുമൊക്കെ നമുക്ക് നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, എല്ലാവരുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിഭയാനകമായ കൂരിരുട്ടുള്ള ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് കിടക്കേണ്ടത്. അവിടെ നമുക്ക് ആരും തന്നെ സഹായത്തിനില്ല, കൂട്ടിനില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മെ മറവ് ചെയ്ത് അവർ പിരിഞ്ഞു പോകും. പിന്നീട് നാം മാത്രമാണ് ആ ഖബറിൽ കിടക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമുക്ക് കൂട്ടായി വരുന്ന ഒരു വെളിച്ചമായി വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഈ സൂറത്താണ് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതേണ്ടത്. മാത്രമല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നിങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പോ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമൊക്കെ നിങ്ങൾ 3 വട്ടം ഓതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടുകൂടിയും നല്ല ഈമാനോടുകൂടിയും നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരാത്തതായിട്ട് ഒന്നും തന്നെ ദുനിയാവിലും ആഖിറത്തിലും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സൂറത്ത് ഇന്ന് തന്നെ നിങ്ങൾ 3 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല, ഓതിയതിന് ശേഷം ഒരു ശുദ്ധമായ പാത്രത്തിൽ ശുദ്ധമായ വെള്ളമെടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 3 വട്ടം ഓതുകയും ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ കുടിക്കുക, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക, മാതാപിതാക്കൾക്ക് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുക്കുക, ഭർത്താവിന് കൊടുക്കുക, വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു സൂറത്ത് ഈ രീതിയിൽ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഈ കാര്യം ചെയ്യുക. മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഈ സൂറത്ത് 1 വട്ടം പാരായണം ചെയ്യുക. കഴിയുമെങ്കിൽ 3 പ്രാവശ്യം ഓതുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നിങ്ങൾ വിജയിക്കുന്നതാണ്. ഒരു പ്രയാസമോ ഒരു ടെൻഷനോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും ബർക്കത്തും റാഹത്തും റഹ്മത്തും അള്ളാഹുവിൻ്റെ കാവലും എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ടും മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും ആക്സിഡൻറ്റുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലാഹു റാഹത്തിലും ബർക്കത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.